മമ്മൂട്ടി കമ്പനിയുടെ മാസ് തിരിച്ചുവരവ് തന്നെയാണ് കളങ്കാവൽ. പക്ഷേ 100 കോടി ക്ലബിൽ കയറാൻ സാധിച്ചില്ല ഈ മമ്മൂട്ടി ചിത്രത്തിന്. തിയേറ്റർ റൺ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 83 കോടിക്ക് മുകളിലാണ് കളക്ഷൻ. മാത്രമല്ല, മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി ചിത്രം എന്ന പ്രതീക്ഷയും ഇല്ലാതാവുകയാണ്. 2025 മമ്മൂട്ടി ശരിക്കും വിസ്മയിപ്പിക്കുകയാണ്. 2025 ക്ലാസിക് ബ്ലോക്ക് ബസ്റ്ററുമായി എത്തി ഞെട്ടിച്ചു. 24 ദിവസം കൊണ്ട് കളങ്കാവൽ നേടിയത് ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടിയാണിത്. മമ്മൂട്ടി ഒരു സീരിയൽ കില്ലറായും വിനായകൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനുമായാണ് ചിത്രത്തിൽ എത്തിയത്. കളങ്കാവൽ ബോക്സ് ഓഫീസിൽ കുതിക്കുന്നത് തന്നെയാണ് കാണുന്നത്. മമ്മൂട്ടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അഭിനയം തന്നെയാണ് കളങ്കാവൽ എന്ന ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു സീരിയൽ കില്ലറിന്റെ എല്ലാ മാനറിസവും മമ്മൂട്ടി എന്ന അതുല്യ നടൻ പ്രേക്ഷകർക്ക് കാണിച്ചു തന്നു. സ്റ്റാലിൻ ദാസ് എന്ന ഈ കഥാപാത്രം നായകനല്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രതിനായകനാണ്. വിനായകനാണ് നായകൻ. ഈ മാസം 5 തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് വൻ വരവേൽപ്പാണ് പ്രേക്ഷകർക്കിടയിൽ കിട്ടിയത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമഗ്രമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ 20 ദിവസത്തെ, അതായത് ഡിസംബർ 24 വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം നേടിയ ഗ്രോസ് 36.2 കോടിക്ക് മുകളിലാണ്. വിദേശത്തു നിന്നാകട്ടെ 4 മില്യണിലധികം ഡോളർ സ്വന്തമാക്കി, അതായത് 39 കോടി. കേരളത്തിലേതിനെ മറികടക്കുന്ന കളക്ഷൻ തന്നെയാണ് വിദേശത്തു നിന്നും ചിത്രം സ്വന്തമാക്കിയത്. അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളങ്കാവൽ 20 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് 82 കോടിക്ക് മുകളിലാണ്. ചിത്രത്തിന്റെ ബജറ്റുമായി പരിശോധിച്ചാൽ ചിത്രം സൂപ്പർ ഹിറ്റാണ്. മമ്മൂട്ടി കമ്പനി സമീപകാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രൊമോഷൻ നടത്തിയ ചിത്രം കൂടിയാണ് കളങ്കാവൽ. ചിത്രത്തിലൂടെ മറ്റൊരു നവാഗതനായ സംവിധായകനെ കൂടി മമ്മൂട്ടി മലയാള സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുകയാണെന്നാണ് പ്രേക്ഷകരും സിനിമാ ലോകവും പറയുന്നത്. അതേസമയം 100 കോടി ക്ലബിൽ കയറാൻ മമ്മൂട്ടി ചിത്രത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. തിയേറ്റർ റൺ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 83 കോടിക്ക് മുകളിലാണ് കളക്ഷൻ. ഫൈനൽ കളക്ഷൻ 85 കോടിക്ക് താഴെ വരും. കളങ്കാവൽ കളക്ഷൻ 83 കോടി കടന്നെന്ന് മമ്മൂട്ടി കമ്പനി തന്നെയാണ് അറിയിച്ചത്. ചിത്രം വിജയമാക്കിയ പ്രേക്ഷകർക്കും നിർമ്മാതാക്കൾ നന്ദി അറിയിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ വിജയമായിരിക്കുകയാണ് ഈ ചിത്രം. ഏതാണ്ട് 20 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച 7ാമത്തെ ചിത്രം കൂടിയായതുകൊണ്ട് മമ്മൂട്ടിയുടെ ആദ്യ 100 കോടിയാകുമോ ഈ ചിത്രമെന്നായിരുന്നു പ്രേക്ഷകർ ഉറ്റുനോക്കിയത്. കളങ്കാവലിന് ഇത് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും 100 കോടി എത്താത്തതിൽ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട് ആരാധകരും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.